നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലഹരണപ്പെട്ട സഹകരണ നിയമങ്ങൾ മാറ്റിയെഴുതാൻ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് സഹകരണ ഖാദി വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. പയ്യന്നൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചും നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ചും കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. Nobody is going to run away with your land. That you don't worry. There is a land compensation, there is a crop compensation. കരിവള്ളൂർ പുത്തൂരിൽ പ്രാരംഭ നടപടിക്കായെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അടിസ്ഥാന സൗകര്യമില്ലാതെ മാതമംഗലം മീൻചന്ത. വെള്ളവും വെളിച്ചവുമില്ലാതെ മാതമംഗലം മീൻചന്തയിലെ കച്ചവടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വലിയ റേഞ്ച് പരിധിയും കാലപ്പഴക്കം ചെന്ന ജീപ്പും. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ദുരിതം പേർന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന നാളികേര ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാലഹരണപ്പെട്ട സഹകരണ നിയമങ്ങൾ മാറ്റിയെഴുതാൻ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് സഹകരണ ഖാദി വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. വികസന കാര്യത്തിൽ UDF സർക്കാർ രാഷ്ട്രീയം നോക്കാറില്ലെന്നും മന്ത്രി. മാട്ടൂലിൽ ജില്ലാ സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്രമായൊരു മാറ്റമാണ്. എവിടെയും പ്രശ്നമില്ലാതെ, വഴക്കില്ലാതെ, തമ്മില്ലാതെ, വെടിവെപ്പില്ലാതെ, ആൾക്കാരെ കൊല്ലാതെ മുന്നോട്ട് പോകാനാണ് നമുക്ക്. ആർക്കൊക്കെ അറിഞ്ഞിട്ടില്ല അവിടെ രാഷ്ട്രീയം നോക്കാം. ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞങ്ങളുടെയൊക്കെ നിർദ്ദേശം അതാണ്. 3 മാസമുള്ള അതിൻ്റെ തീരുമാനമാണ്. അടുത്ത അസംബ്ലിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അത് എന്താ പറയുക, ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും അത് തരത്തിൽ കൊണ്ടുവരും. ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് സഹകരണ സ്ഥാപനങ്ങളുടേത്. ജനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന സമഗ്രമായ നിയമം സഹകരണ മേഖലയിൽ ഉണ്ടാകും. 3 മാസം കൊണ്ട് അതിൽ തീരുമാനമുണ്ടാകും. സ്ഥിരമായുള്ള ഒരു നിയമം സഹകരണ രംഗത്തും നടപ്പാക്കും. സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും ആശ്വാസം നൽകുന്ന വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉണ്ടാകുമെന്നും സഹകരണ ഖാദി വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ സഹകരണ ബാങ്ക് മാട്ടൂൽ ശാഖ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ATM ഉദ്ഘാടനം മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് CH കൈറന്നൂസയും ലോക്കർ ഉദ്ഘാടനം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VN എരുപുരവും നിർവഹിച്ചു. കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഡയറക്ടർ M നാരായണൻകുട്ടി, ജോയിന്റ് രജിസ്ട്രാർ K സുരേന്ദ്രൻ, കണ്ണൂർ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ, അജിത് മാട്ടൂൽ, O ക്രിസ്റ്റി, C മൻസൂർ, P ദിനേശ് കുമാർ, AK പുരുഷോത്തമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചും നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ചും കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാവ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന CPMന്റെ ഭരണക്കുത്തകയ്ക്ക് അന്ത്യം കുറിക്കാൻ സമയമായെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ. പയ്യന്നൂരിന്റെ വികസന മുരടിപ്പിനെതിരെയും നഗരസഭയ്ക്കെതിരെയും അഴിമതി ആരോപിച്ചുകൊണ്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K സുധാകരൻ. 60 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഈ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 60 കോടി എവിടെയാ ചെലവഴിച്ചത്? ഏത് സ്കീമിനാ ചെലവഴിച്ചത്? ഞാനിത് രാഷ്ട്രീയമല്ല, ഇവിടുത്തെ ഇടതുപക്ഷക്കാരടക്കം ആലോചിക്കണം. ഈ നഗരത്തിൽ വരുന്ന ആയിരക്കണക്കിന് പൊതുജനങ്ങൾ, ഈ നഗരത്തിലെ ആയിരക്കണക്കിന് കച്ചവടക്കാർ, ഈ നഗരത്തിൽ വരുന്ന ആയിരക്കണക്കിന് രോഗികൾ, ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ബസിന്റെയും ഓട്ടോയുടെയും ടാക്സിയുടെയും ഡ്രൈവർമാർ, ഓണർമാർ, നിങ്ങൾക്ക് ഒരു 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 പരിഷ്കൃത ഗവൺമെന്റ് നൽകേണ്ടുന്ന, പരിഷ്കൃത ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടണ്ടേ? ഞാൻ ചോദിക്കുന്നു,
ഒരു ശുദ്ധജല വിതരണം ആരംഭിക്കാത്ത പ്രൊജക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു നഗരസഭ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ നിങ്ങൾക്ക്? രാവിലെ 6 മണി മുതൽ ഓഫീസിൽ ജീവനക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ വലയം തീർക്കുകയായിരുന്നു. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെയും കോറോം ജൈവഗ്രാമം പദ്ധതി, സമഗ്ര കുടിവെള്ള പദ്ധതി എന്നിവയിലെ അഴിമതിക്കെതിരെയുമാണ് കോൺഗ്രസ് നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത്. നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ നടന്ന ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. റോഡുകളോ ബസ് സ്റ്റാൻഡോ ടൗണിലെത്തുന്നവർക്കോ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം പോലും ഒരുക്കാൻ കഴിയാത്ത ഇത്തരമൊരു ഭരണസമിതി പയ്യന്നൂരിന് അപമാനകരമാണെന്നും ഭരണസമിതിയിലെ ചില കൗൺസിലർമാർ റിയൽ എസ്റ്റേറ്റുകാരായി മാറിയിരിക്കുകയാണെന്നും കെ സുധാകരൻ ആരോപിച്ചു. എം നാരായണൻകുട്ടി അധ്യക്ഷനായി. VN അരിപുരം, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, AP നാരായണൻ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, MK രാജൻ, KK ഫൽഗുനൻ, അത്തായി പത്മിനി, പിലാക്കല അശോകൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, രതീഷ് കണ്ണോത്ത്, EP ശ്യാമള എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് K ജയരാജ് സ്വാഗതം ആശംസിച്ചു. ഉപരോധ സമരത്തിന് ഐക്യദാർഢ്യവുമായി INTUC ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് കാണണം. ഈ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഉയർന്നു വരുന്ന ജനരോഷം ഇവർ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ ഊഞ്ഞാൽ കീറിയതിന് ശേഷം പയ്യന്നൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഐക്യദണ്ഡേന അംഗീകരിച്ചാണ് ജൈവഗ്രാമം പദ്ധതി നടപ്പാക്കിയത്. ഒപ്പം കുടിവെള്ള പദ്ധതിയിൽ അഴിമതി ആരോപിക്കുന്നവർ സർക്കാരിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയോ ആണോ വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ കോൺഗ്രസുകാർ നടത്തിയ രാഷ്ട്രീയ നാടകം ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ K രാഘവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കരിവള്ളൂർ പുത്തൂരിൽ പ്രാരംഭ നടപടിക്കായെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞ് ബുധനാഴ്ച അധികൃതരുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പിരിഞ്ഞുപോയി. ഗെയിൽ പൈപ്പിടുന്നതിന് മുന്നോടിയായി സ്ഥലം സന്ദർശിച്ച് വിലയിരുത്താനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്തെ വൃക്ഷങ്ങളുടെയും മറ്റു സാധനങ്ങളുടെയും വില നിർണ്ണയിക്കാനാണ് ഉദ്യോഗസ്ഥർ പുത്തൂരിലെത്തിയത്. തങ്ങൾക്ക് മതിയായ പ്രതിഫലം കിട്ടാതെ പ്രവൃത്തി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ് സബ് കളക്ടർ നവജ്യോത് ഖേസ, അസിസ്റ്റന്റ് കളക്ടർ ചന്ദ്രശേഖരൻ, You didn't call me, that's all. No. No, actually, EPJ and we had called all MLAs and സുധീർ, ADM മുഹമ്മദ് അസ്ലം എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ പ്രതിനിധികളുമായി സംസാരിച്ചു. 20 മീറ്റർ സ്ഥലമെടുക്കുകയും 10 മീറ്റർ സ്ഥലത്തിന്റെ വില മാത്രം തരികയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഗെയിൽ നടപ്പിലാക്കുന്നതെന്നും ഇപ്പോഴും നല്ല വില തരാമെന്നല്ലാതെ കൃത്യമായ ഒരു സംഖ്യ പറയുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ബുധനാഴ്ച പുത്തൂർ പുന്നക്കോടൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് കൂടുതൽ ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. 20 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കാനും പിന്നീട് അവിടെ പൈപ്പ് സ്ഥാപിച്ച് 10 മീറ്റർ ഭൂമി അവർക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ 10 മീറ്റർ എന്നൊരു കാര്യം. പെരുമ്പ മുതൽ റെയിൽവേ മേൽപ്പാലം വരെയുള്ള റോഡിന്റെ മെക്കാഡം ടാറിങ്ങിനായി നഗരസഭ സമർപ്പിച്ച എസ്റ്റിമേറ്റിന് ഉടൻ ഭരണാനുമതി നൽകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി BK ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചു. C കൃഷ്ണൻ MLA നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പെരുമ്പ മുതൽ റെയിൽവേ മേൽപ്പാലം വരെയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നതിനും ഡ്രൈനേജ് നവീകരണത്തിനുമായി 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ കൂടുതൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് C കൃഷ്ണൻ MLA നേതൃത്വത്തിൽ നഗരസഭ അധികൃതർ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നഗരസഭ നൽകിയ എസ്റ്റിമേറ്റിന് ഉടൻ ഭരണാനുമതി നൽകുമെന്നും അടിയന്തര നടപടിയെന്ന നിലയ്ക്ക് റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് തുക അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രവൃത്തി ത്വരിതപ്പെടുത്തുന്നതിന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പ്രത്യേക നിർദ്ദേശവും നൽകി. മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ C കൃഷ്ണൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ, മുസ്ലിം ലീഗ് നേതാവ് KT സഹദുള്ള, പ്രസ് ഫോറം പ്രസിഡന്റ് M രാമകൃഷ്ണൻ, ചേംബർ ഭാരവാഹി MB തിലകൻ, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി വിജയൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധി ഗോപാലൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യമില്ലാതെ മാതമംഗലം മീൻചന്ത. വെള്ളവും വെളിച്ചവുമില്ലാതെ മാതമംഗലം മീൻചന്തയിലെ കച്ചവടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ദുരിതമാവുന്നു. എത്ര ആട്ടിയകറ്റിയാലും
മുന്നിൽ ആർത്തുപുളച്ച് ഇരമ്പിയാർക്കുന്ന ഈച്ചപ്പടകൾ. പിന്നിൽ വളർന്നുമുറ്റി ഇരുട്ടുപടർത്തി നിൽക്കുന്ന മുള്ളും മുരടും മൂടിയ കാട്ടുപൊന്ത പടർപ്പുകൾ. താഴെ പുഴുവരിക്കുന്ന ദുസ്സഹ ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ നിലം. അതിനും താഴെ നഗരമാലിന്യങ്ങൾ അത്രയും വഹിച്ചൊഴുകുന്ന നീർച്ചാല്. ഇങ്ങനെ അനാരോഗ്യകരമായ വിശേഷണങ്ങൾ എത്ര വേണമെങ്കിലും നിരത്താം ഈ മത്സ്യവില്പന കേന്ദ്രത്തെക്കുറിച്ച്. കഴിഞ്ഞ 30 വർഷത്തിലേറെക്കാലമായി മത്സ്യവിപണനം നടത്തി ഉപജീവന മാർഗം തേടുന്ന സ്ത്രീ തൊഴിലാളികളോട് എരമംകുറ്റൂർ പഞ്ചായത്ത് അധികൃതരും കരാറുകാരനും കാട്ടുന്ന ദയാശൂന്യതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഇവർക്ക് അരിശവും സങ്കടങ്ങളും പെരുക്കും. ഞങ്ങൾ ദിവസം 150 രൂപ വെച്ചിട്ടാണ് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ അടക്കുന്നത്. ഈ മാർക്കറ്റ് ലേലം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ദിവസം 10 രൂപ വെച്ചിട്ട് മാസത്തേക്ക് 300 രൂപ വില കൊടുത്തുകൊണ്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൂടുതൽ ഇരട്ടിയായിട്ടാണ് ഇവിടുന്ന് വാടകയ്ക്ക് വാങ്ങുന്നത്. ഈ വാടക വാങ്ങുന്നതിനനുസരിച്ചുള്ള ഇതൊന്നും ഇവിടെ ഇല്ല. 3 ബൾബ് ഇട്ട് തരാം, വെള്ളം തരാം, അപ്പുറം ടൗണിൽ വണ്ടിക്കാർ വിൽക്കുന്നത് തടയാ ഇന്നലെ പറഞ്ഞതാണ്. അതൊന്നും മാർക്കറ്റ് എടുത്തും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി നഗരത്തിൽ നിന്നും മാറി ഈ പൊതു മത്സ്യ വിപണന കേന്ദ്രത്തിൽ വാടക നൽകി മത്സ്യവിപണനം നടത്തുകയാണ് ഈ 3 പേരും. കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ കൂട്ടുകച്ചവടക്കാരനായിരുന്ന ഹാരിസ് എന്നയാൾ തങ്ങളോട് വിശ്വാസവഞ്ചന കാട്ടി സ്വന്തം നിലയിൽ ലേലം പിടിച്ച് തങ്ങളെ കബളിപ്പിച്ച് ചൂഷണം ചെയ്യുകയാണെന്നാണ് ഇവരുടെ ആക്ഷേപം. 8 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരു കൊല്ലം ഇവിടെ മാർക്കറ്റ് നമുക്ക് തന്നു. ആ മാർക്കറ്റുകാരൻ നമ്മളെ വഞ്ചിച്ചിട്ട് പോവുകയായിരുന്നു. നമ്മളോട് പറഞ്ഞു എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ലേലം ചെയ്തിട്ട് ഒന്നിച്ചെടുക്കാം. ഓൻ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയിട്ട് ഓൻ പഞ്ചായത്തിൽ ലേലത്തിന് പോയി. ഓ ലേലം വിളിച്ചിട്ട് വേറെ ഇവിടില്ലേ ആലക്കോടിലെ ടീമിനെ ഓനാക്കി. അത് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ ഈ 3-4 ആളാണ് ഇവിടെ ഇല്ലത്. 4 ആളോട് ഓൻ പറഞ്ഞെന്ന് നിങ്ങൾ വിളിക്കാൻ വരണ്ട, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വിളിക്കാം പറഞ്ഞിട്ടാണ് ഓനിരുന്ന് പോകുന്നത്. ഓൻ അവർക്ക് വേണ്ടിയിട്ട് ഓൻ വിളിക്കാണ്ടവിടെ നിന്നിട്ട് അവർ വിളിച്ച് ഓന് മാർക്കറ്റ് കൊടുത്തു. വാടക കൂട്ടി കൂട്ടുകച്ചവടക്കാരൻ തങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെ എതിർത്തതിനാലാണത്രേ വെള്ളവും വെട്ടവും നിഷേധിച്ച് അധികൃതരും തങ്ങളെ ദ്രോഹിക്കുകയാണെന്നാണ് ജീവിക്കാൻ മറ്റു വഴികൾ തേടാൻ ഒരുക്കമല്ലാത്ത ഈ മത്സ്യവില്പന തൊഴിലാളികൾ പറയുന്നത്. നമ്മൾ രണ്ടാളും കൂടെ പഞ്ചായത്തിൽ ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ചോദിച്ചാലും അവർ പറയും നമ്മളോട് നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ല, നിങ്ങൾക്ക് എന്ത് അധികാരത്തിൽ നിങ്ങളുടെ കയറി വന്നെന്ന് സെക്രട്ടറി ഞങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നട ഭയങ്കര മണായതുകൊണ്ട് ജനങ്ങളെല്ലാം അപ്പുറം ഇപ്പുറം പോകുന്നു. ഞങ്ങൾ എന്താക്കുന്നത് സാറേ, ഇപ്പോൾ മാർക്കറ്റ് അടുത്തോന്നിവിടെ പൈസ അടക്കിട്ടോ പൈസ അടക്കുന്നില്ല, അത് ഓൻ അടച്ചെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളാക്കി തരാം. അതിന് മുൻപട്ട് നിങ്ങൾ ഒരു കാര്യം നമ്മളെ ഇങ്ങോട്ട് വരികയും വേണ്ട, നിങ്ങൾക്ക് തരികയും ചെയ്യില്ല, നിങ്ങൾക്ക് കയ്യിലേ നിങ്ങൾ വെച്ചിട്ട് കൊണ്ടുവരും. മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചും മത്സ്യാവശിഷ്ടങ്ങളും മലിനജലവും വീണൊഴുകിയ നിലം കഴുകി വൃത്തിയാക്കാനുള്ള വെള്ളം പോലും നിഷേധിച്ചും ബന്ധപ്പെട്ടവർ തങ്ങളെ ദുരിതത്തിലാക്കുമ്പോൾ പോലീസിനെയും പിണിയാളുകളെയും പറഞ്ഞുവിട്ട് തങ്ങളെ ഭയപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ് കരാറുകാരനെന്നാണ് ഇവരുടെ പരാതി. തങ്ങൾക്ക് നേരെയുള്ള ഉപദ്രവം തുടർന്നാൽ മത്സ്യവില്പന നഗരമധ്യത്തിലേക്ക് മാറ്റാനും തങ്ങൾ മടിക്കില്ല. ആരെയും പേടിച്ച് ഉപജീവനമാർഗം ഉപേക്ഷിച്ച് പോകാനൊന്നും തങ്ങൾക്കാവില്ല. വർഷങ്ങളായി ഈ രംഗത്ത് തുടരുന്ന തങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണനയും നീതിയും ലഭ്യമാക്കണമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. വൃത്തിയുള്ള വിൽപ്പനശാലകൾ, അതും ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഇടങ്ങൾ ഒരുക്കിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ ഒഴിഞ്ഞുമാറുന്നുവെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഇനിയും നാട്ടിൽ ആളുണ്ടാകുമെന്ന് കരുതരുത്. ആരോഗ്യവും ശുചിത്വ സൗന്ദര്യങ്ങളും ഉച്ചഭാഷിണികളിലൂടെയല്ല, ദീർഘവീക്ഷണത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയുമുള്ള കർമ്മപരിപാടികളിലൂടെയാണ് യാഥാർത്ഥ്യമാക്കേണ്ടതെന്ന ലളിത പാഠമാണ് ആട്ടിയിട്ടും ആട്ടിയിട്ടും അകന്നു പോകാതെ ആർത്തലയ്ക്കുന്ന ഈ ഈച്ചപ്പടകൾ ഓർമ്മിപ്പിക്കുന്നത്. വലിയ റേഞ്ച് പരിധിയും കാലപ്പഴക്കം ചെന്ന ജീപ്പും. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ദുരിതം പേർന്നു. റേഞ്ച് വിഭജിക്കണമെന്ന ആവശ്യത്തിനു മുന്നിൽ അധികൃതരും മൗനം പാലിക്കുകയാണ്. കർണാടക അതിർത്തിയോടടുത്ത തിരുമേനി മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവ് വരെയും ഇങ്ങ് അറബിക്കടലോരമായ എട്ടിക്കുളം വരെയുള്ള കിലോമീറ്ററുകൾ താണ്ടി വ്യാജമദ്യവേട്ട നടത്തുവാൻ
ആകെ കാലപ്പഴക്കം ചെന്ന ഒരു ജീപ്പുമായി നെട്ടോട്ടമോടേണ്ട ദുരവസ്ഥയിലാണ് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഓഫീസും ഉദ്യോഗസ്ഥരും. ആകെയുള്ള ഈ ജീപ്പാകട്ടെ ബാറ്ററി തകരാർ മൂലം സെൽഫ് എടുക്കാതെ തള്ളി സ്റ്റാർട്ടാക്കണം. കാലപ്പഴക്കം നേരിടുന്ന ടയറുകളാകട്ടെ മിക്ക നേരത്തും പഞ്ചർ ഒട്ടിക്കാൻ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയിലുമാണ്. ഈ ജീപ്പുമായി എങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അനധികൃത മദ്യനിർമ്മാണവും വിൽപ്പനയും തടയുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. 3 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമാകട്ടെ തിരുമേനി പോലുള്ള സ്ഥലത്ത് എത്തുകയുള്ളൂ. വ്യാജമദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ തന്നെ കിലോമീറ്ററുകൾ താണ്ടി അവിടെ എത്തുമ്പോഴേക്കും പലപ്പോഴും ഉദ്ദേശിച്ച ഫലം ലഭിക്കാറില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വാർത്തയെടുക്കാനെത്തിയപ്പോൾ ജീപ്പുമായി ജീവനക്കാർ രാവിലെ തന്നെ ചെറുപുഴയിലേക്ക് പുറപ്പെട്ടിരുന്നു. എല്ലാം സഹിച്ച് തിരിച്ചെത്തണമെങ്കിൽ ഏറെ വൈകുമെന്നും അവർ അറിയിച്ചു. പയ്യന്നൂർ റേഞ്ച് വിഭജിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. എന്നാൽ പയ്യന്നൂർ എക്സൈസ് റേഞ്ച് വിഭജിച്ച് ചെറുപുഴ റേഞ്ച് സ്ഥാപിക്കണമെന്ന വളരെ കാലപ്പഴക്കം ചെന്ന ആവശ്യത്തിനും ഭരണകർത്താക്കൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. റേഞ്ച് വിഭജനം വൈകുന്നത് പയ്യന്നൂർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും ഇരട്ടിയാക്കുകയാണ്. ഇത് വ്യാജമദ്യ ലോബികൾ രക്ഷപ്പെടാനുള്ള സൗകര്യവും സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ 6 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിശാലമായി കിടക്കുകയാണ് പയ്യന്നൂർ റേഞ്ച് ഓഫീസ് പ്രവർത്തന പരിധി. ഉദ്യോഗസ്ഥ ക്ഷാമം ഒരു പരിധിവരെ പരിഹരിച്ചു കിട്ടിയെങ്കിലും വിശാലമായ പ്രവർത്തന പരിധിയും കാലപ്പഴക്കം ചെന്ന ജീപ്പും റേഞ്ചിന്റെ താളം തെറ്റിക്കുകയാണ്. വൻതോതിലുള്ള വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും തടയുവാൻ ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുമെന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരു ജീപ്പുമായി എക്സൈസ് സംഘം വിയർക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഇ.കെ. നായനാർ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ സാങ്കേതിക പ്രദർശനം ക്രിയേറ്റീവ് മെന്റ് 2015 തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് എ.ജി.സി. ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ബ്രാഞ്ചും കോളേജ് യൂണിയനും PTA-യും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.ജി.സി. ബഷീർ നിർവഹിച്ചു. വലിയ മനക്കരാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും സഹകരിച്ചു. ഗംഭീരമായി അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമാണ് ഇപ്പോൾ 2 ദിവസത്തെ പ്രശ്നം. 1048 സ്ഥാപനങ്ങളെ അറിയിച്ചു. അവരൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ വിഷയത്തോടുള്ള വല്ലാത്തൊരു സിൻസിയറിറ്റിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. യോഗത്തിൽ പ്രിൻസിപ്പൽ A.C. വേലായുധൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ടി ശ്യാമള, ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി പ്രവീൺ കുമാർ വി, PTA വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പി, സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി അമൃതരാജ്, വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ സൂരജ് TV എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പരീക്ഷയിൽ ഉന്നത അക്കാദമിക് നിലവാരം പുലർത്തിയ കുട്ടികൾക്ക് CEC നൽകുന്ന ഉപഹാര സമർപ്പണം പയ്യന്നൂർ RWPT പ്രിൻസിപ്പൽ രാജീവൻ KP വിതരണം ചെയ്തു. കോർഡിനേറ്റർ M. സുഗുണൻ സ്വാഗതവും വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി I. ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച വസ്തുക്കൾ കൂടാതെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, അനർട്ട്, കെൽട്രോൺ, BSNL, റെയ്ഡ്കോ, കാർഷിക ഗവേഷണ കേന്ദ്രം, പെരിയ ഗവൺമെന്റ് പോളിടെക്നിക്, കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്, പയ്യന്നൂർ റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് എന്നീ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കിഡ്സ് കോർണറും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന നാളികേര ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും നാളികേര ദിനാചരണവും ചെറുതാഴത്ത് നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സഹായത്തോടെ തെങ്ങുകൃഷിയിൽ ശാസ്ത്രീയ പരിപാലന മുറകൾ അവലംബിച്ച് ഉൽപ്പാദനം മെച്ചപ്പെടുത്താനുള്ള ഗവേഷണ പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ വളപ്രയോഗവും തെങ്ങിൻ തോട്ടങ്ങളിൽ ലഭ്യമായ ജൈവവസ്തുക്കളുടെ പുനഃചംക്രമണവും വഴി മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിലൂടെ തെങ്ങിൽ നിന്ന് സുസ്ഥിരമായ വിളവ് ഉറപ്പുവരുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ വിവിധ കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ചെങ്കൽ മണ്ണ് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ചെറുതാഴം പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തോട്ടങ്ങളിലാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് അതിന്റെ ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റാനുള്ള പ്രവർത്തനത്തിലും വലിയൊരളവിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിള മാത്രം സാധ്യമാകുന്നിടത്തല്ല കൃഷി ഒരുക്കാൻ, കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുവാൻ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും തീർച്ചയായും നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷനായി. കാസർഗോഡ് CPCRI ഡയറക്ടർ ഡോക്ടർ P. ചൗടപ്പ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ഭാരവാഹികൾ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി
മികച്ച കേര കർഷകരെ ആദരിക്കൽ, സ്കൂൾ കുട്ടികൾക്കായുള്ള പ്രബന്ധരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം, കർഷകർക്കായുള്ള പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവയും നടന്നു. തുടർന്ന് നടന്ന സെമിനാറിൽ തെങ്ങിൻ തോട്ടത്തിലെ ആരോഗ്യ പരിപാലനം, കൂടുതൽ വിളവിനും വരുമാനത്തിനും എന്ന വിഷയത്തിൽ ഡോക്ടർ MK നായർ ക്ലാസ്സെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്നേഹക്കൂട്ടായ്മയിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി രാഹുൽ രമേശിന് വീട് ഒരുങ്ങുന്നു. PTA-യും അധ്യാപകരും വിദ്യാർത്ഥികളുടെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വീട് ഒരുങ്ങുന്നത്. നിരാലംബ സഹപാഠികൾക്ക് സുരക്ഷിതമായ കിടപ്പാടമൊരുക്കിക്കൊടുത്ത് സാമൂഹ്യ സേവന രംഗത്ത് പ്രശംസനീയ മാതൃക തീർക്കുകയാണ് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും PTA-യും. തണലൊരുക്കം സഹപാഠിക്കൊരു വീട് പദ്ധതിയിൽ രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. കൂക്കാനം ചക്ലിയ കോളനിയിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് നിരാലംബരായി തീർന്ന രാഹുൽ രമേശ് നന്ദന സഹോദരങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ സ്കൂൾ വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവിടെ വില കൊടുത്തു വാങ്ങിയ 2.5 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയായി. കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സൗജന്യമായാണ് വാർപ്പ് ജോലികൾ നിർവഹിച്ചത്. സ്കൂൾ NSS വളണ്ടിയർമാരും PTA അംഗങ്ങളും അധ്യാപകരും ഇവർക്കൊപ്പം കൈകോർത്തതോടെ വീടിന്റെ മേൽക്കൂര വാർപ്പ് ജോലികൾ ആവേശപൂർവ്വം തന്നെ പൂർത്തീകരിക്കാനായി. സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സ്നേഹവാത്സല്യത്തിൽ തനിക്കും സഹോദരിക്കും സ്വന്തമായൊരു വീടൊരുങ്ങുന്നതിലുള്ള നന്ദിയും ആഹ്ലാദവും രാഹുൽ രമേശ് പങ്കുവച്ചു. സ്വന്തമായൊരു വീടുണ്ടാകുന്നതിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെന്നെ സഹായിച്ച കരിവള്ളൂർ സ്കൂളിലെ PTA-യോടും അധ്യാപകരോടും എൻ്റെ സഹപാഠികളോടും നാട്ടുകാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച കോൺക്രീറ്റിംഗ് ജോലികൾ 3 മണി വരെ നീണ്ടു. ഒട്ടും ശീലമില്ലാത്ത കായികാധ്വാനമേറെയുള്ള നിർമ്മാണ ജോലികളിൽ സ്കൂൾ NSS വളണ്ടിയർമാർ തളർച്ച വകവയ്ക്കാതെ ആവേശപൂർവ്വമാണ് പങ്കാളികളായത്. ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികളും വാർപ്പ് ജോലിയിൽ പങ്കെടുത്തു. തങ്ങളുടെ സഹപാഠിക്കായി ഒരുങ്ങുന്ന വീടിന്റെ തറ നിർമ്മാണം മുതൽ ഓരോ ഘട്ടത്തിലും NSS വളണ്ടിയർമാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും ഭാരവാഹികളുമായ EP രതീശൻ, C പ്രശാന്ത്, രമേശൻ പെരളം, ഹരി ഓണക്കുന്ന്, രാമചന്ദ്രൻ പെരളം, ശശി പാലക്കുന്ന്, പ്രകാശൻ പലിയേരിക്കോവിൽ, സതീശൻ പലിയേരിക്കോവിൽ, സുധി മണക്കാട്, ബിജു കൂക്കാനം, ബാലൻ അവിട്ടം, പ്രകാശൻ പലിയേരിക്കോവിൽ എന്നിവർ നിർമ്മാണ പ്രവൃത്തിയിൽ ആദ്യന്തം ഭാഗഭാക്കുകളായി. സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്ന മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് CWSA പ്രവർത്തകർ പറഞ്ഞു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA ഏറ്റെടുത്ത തണലൊരുക്കം സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ വിജയത്തിനായി അധ്യാപകരും വിദ്യാർത്ഥികളും PTA കമ്മിറ്റിയും നടത്തുന്ന പ്രവർത്തനങ്ങളുമായി പ്രദേശത്തെ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും ഉദാരമതികളും സർവാത്മന സഹകരിക്കുന്നുണ്ടെന്നും ഈ വഴിയിൽ തങ്ങളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് ഈ പിന്തുണയാണെന്നും PTA പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ വർക്ക് ഉൾപ്പെടെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സ്കൂളിന്റെ NSS യൂണിറ്റിന്റെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഇവിടെ കോൺക്രീറ്റ് വർക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കോൺക്രീറ്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷനാണ്. അതേപോലെ തന്നെ ഇതിന്റെ കല്ലുകെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി തന്നത് പയ്യന്നൂർ കല്ലുകെട്ട് സംഘമാണ്. അതുപോലുള്ള നിരവധി സന്നദ്ധ സംഘടനകളുടെ സഹായം ഈ വീട് നിർമ്മാണത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഡിസംബർ മാസത്തോടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽദാനം നടത്തത്തക്ക വിധത്തിലാണ് നിർമ്മാണ കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K നാരായണൻ, സ്കൂൾ പ്രിൻസിപ്പൽ P അജിത, PTA ഭാരവാഹികളായ രമേശൻ, മാധവൻ, രവി കല്ലത്ത്, VV പ്രദീപൻ, അധ്യാപകരായ K തമ്പാൻ, K വിജയൻ,
MV രാധാകൃഷ്ണൻ, PC ജയസൂര്യൻ, P ചന്ദ്രൻ, കൊങ്ങപ്പള്ളി കൃഷ്ണൻ, മുൻ ഹെഡ്മാസ്റ്റർ TK വേണുഗോപാലൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സൈക്കിൾ ഉപഭോക്തൃ ഫോറം പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ ദിനാചരണ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ അണിനിരന്നു. ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് സൈക്കിൾ ദിനാചരണ പരിപാടി നടന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ട്രഷറി ഓഫീസ് പരിസരത്തു നിന്നും കൗൺസിലർ മണിയറചന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി പേർ അണിനിരന്ന റാലി അന്നൂർ അമ്പല പരിസരത്ത് സമാപിച്ചു. ഉദ്ഘാടന യോഗത്തിൽ രാമചന്ദ്രൻ കാറമേൽ അധ്യക്ഷനായി. VV ശിവറാം, M ശശിധരൻ, ഭാസ്കരൻ വെള്ളൂർ, K രാമചന്ദ്രൻ, നാരായണൻ പണിക്കർ, M സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് സമീപത്തെ ദിൽ സ്റ്റുഡിയോ സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞു തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവമെന്ന് സ്റ്റുഡിയോ ഉടമ അനൂപ് പറയുന്നു. കരിങ്കല്ലുകൾ കൊണ്ട് എറിഞ്ഞു തകർത്ത നിലയിൽ തകർന്ന ചില്ലുകളും നിരവധി കല്ലുകളും സ്റ്റുഡിയോക്കകത്ത് കാണാനുണ്ട്. പുലർച്ചെ 1 മണിവരെ പ്രവർത്തിച്ചിരുന്ന അടുത്തുള്ള ബാർബർ ഷോപ്പ് അടച്ചതിനു ശേഷമാകാം സംഭവമെന്ന് കരുതുന്നു. ചന്ദേര പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് KV ലക്ഷ്മണൻ പ്രതിഷേധിച്ച് സംസാരിച്ചു. വ്യാപാരികളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. എറിഞ്ഞ് തകർക്കുക എന്നുള്ള ഈ ഹീനകൃത്യം ആര് ചെയ്താലും അത് ടൗണിനെ ആകെ ബാധിക്കുന്ന, ജനങ്ങളുടെ സാമൂഹ്യ പ്രശ്നത്തെയും ക്രമസമാധാനത്തെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി വളരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കടയും പൂട്ടി കച്ചവടക്കാരൻ വീട്ടിലേക്ക് പോകും. സുരക്ഷിതം അല്ല എന്നുള്ള സിറ്റുവേഷൻ ടൗണിൽ വരികയാണെങ്കിൽ നമുക്ക് ആർക്കും തന്നെ കട തുറന്ന് രാത്രി പോകുമ്പോൾ അടച്ചുപോയി വീട്ടിലേക്ക് സ്വകാര്യമായി കടയിറങ്ങാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 8 പതിറ്റാണ്ടോളമായി കൃഷി ജീവിതചര്യയാക്കിയ ആളാണ് കാങ്കോൾ ശിവക്ഷേത്ര മൈതാനത്തിന് സമീപം താമസിക്കുന്ന TTV കുഞ്ഞിരാം പൊതുവാൾ. 90 കഴിഞ്ഞ ഈ കർഷകൻ ഇപ്പോഴും തിരക്കിലാണ്. കുഞ്ഞിരാമേട്ടൻ തിരക്കിലാണ്. മണ്ണും കുഞ്ഞിരാമേട്ടനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് 80 വർഷത്തോളമാകുന്നു. ഇന്നും കൂടുതൽ ഉന്മേഷത്തോടെ ഇദ്ദേഹം കൃഷി ചെയ്യുകയാണ്. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. പശുക്കറവ, പച്ചക്കറി നനയ്ക്കൽ, വാഴനടൽ, തെങ്ങിന് തടം കോരൽ, ഇങ്ങനെ പോകുന്നു കുഞ്ഞിരാമേട്ടന്റെ ദിനചര്യകൾ. കാർഷിക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം കൃഷി ലാഭമോ നഷ്ടമോ എന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. അധ്വാനിച്ച് വിയർപ്പൊഴുകി കിട്ടുന്ന ഫലത്തിന്റെ ഗുണവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണെന്ന് കുഞ്ഞിരാമേട്ടൻ അടിവരയിടുന്നു. 1.5 ഏക്കർ നെൽവയലുണ്ട്. പറമ്പിലെ കൃഷി കൂടാതെ വയലിലെ കൃഷി ചെയ്യുന്നതും കുഞ്ഞിരാമേട്ടൻ തന്നെ. ആരെയും പണിക്ക് വിളിക്കാറില്ല. കൂലിക്ക് തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യുന്നത് ഇക്കാലത്ത് നടപ്പുള്ള കാര്യമല്ലെന്ന് കുഞ്ഞിരാമേട്ടൻ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം കുഞ്ഞിരാമേട്ടൻ തന്നെ ചെയ്യുന്നു. ഒരു 90 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഞാൻ പച്ചക്കറിയും കൃഷിയും പിന്നെ പശുവിനെ നോക്കലും പുല്ലരിയൽ ബാക്കിയുള്ള പണിയെല്ലാം എടുക്കലുണ്ട്. നെല്ല് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് ചായ കുടിക്കും. ചായ കുടിക്കുക കഴിഞ്ഞാൽ ഒരു പശുവുണ്ട്, അതിനയച്ചു കൊണ്ട് പുറത്ത് കെട്ടും. അതിനെ കെട്ടിയ അതിന് പുല്ല് ഇട്ട് ഞാൻ ഉടനെ കണ്ടത്തിലേക്ക് പോകും. അവിടെ പോയിട്ട് കുറേ തൈയുണ്ട്, അതിന് പണിയെടുക്കും. കാങ്കോൾ ദേശത്ത് ചിട്ടയായി കൃഷി ചെയ്യുന്നവരിൽ മുമ്പനാണ് കുഞ്ഞിരാമേട്ടൻ. നല്ലൊരു നാളികേര കർഷകൻ കൂടിയായ കുഞ്ഞിരാമേട്ടന് തന്റെ 93-ാം വയസ്സിലും പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഒന്നും തന്നെയില്ല. കാങ്കോൾ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കർഷക ദിനത്തിൽ കുഞ്ഞിരാമേട്ടനെ ആദരിച്ചിരുന്നു. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും ഉള്ള സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് അല്പമെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് കുഞ്ഞിരാമേട്ടന് ഇന്നത്തെ തലമുറയോട് ആവശ്യപ്പെടാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം മാതമംഗലം എരമം കുറ്റൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് VS സജീവൻ ഉദ്ഘാടനം ചെയ്തു. പതാകവന്ദനത്തോടെയാണ് യോഗ നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് KEWSA സംസ്ഥാന പ്രസിഡന്റ് VS സജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ അന്നത്തെ സംരംഭങ്ങളിൽ നിസ്കരിച്ചിരിക്കുന്ന തലകറങ്ങി വീണ VA സമിതിക്കാർ അവിടെ കിടന്ന് മരിച്ചാലും ശരി, ഈ C ക്ലാസ് ലൈസൻസ് എന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ ലൈസൻസ് തരപ്പെട്ടെങ്കിൽ ഞാനിവിടെ മരിച്ചു വീണാൽ കുഴപ്പമില്ലാത്തവരുടെ നിശ്ചയപ്പെടുത്ത് സമരത്തിന് തുടക്കം വെച്ചിരിക്കുകയാണ്. ചടങ്ങിൽ പ്രസിഡന്റ് VM രമേശൻ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി SSLC+2 ഉന്നത വിജയികൾക്കുള്ള സമ്മാന വിതരണം VV പ്രസന്നൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി NK ശശിധരൻ, ട്രഷറർ KP രമേശൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി P രഞ്ജിത്ത് എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് K വിനോദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്ക് അവതരണം, പൊതുചർച്ച എന്നിവയും നടന്നു. ബലിപെരുന്നാളിന് മുന്നോടിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി പഴയങ്ങാടി BV റോഡിലെ STU ഓട്ടോ തൊഴിലാളികൾ. STUവിന്റെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ കിറ്റ് വിതരണം മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി AV അഷ്റഫ് നിർവഹിച്ചു. ആ പദ്ധതി ഈ മാടായി പഞ്ചായത്തിനെങ്കിലും KMCC പാവങ്ങളായ തൊഴിലാളികൾക്ക് അനുവദിച്ചു തരണം എന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ തൊഴിലാളികളെ മുമ്പിൽ നിന്ന് ഞാൻ അത് ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്ന പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ഇക്കുറിയും പാവങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. വർഷങ്ങളായി ഇവരുടെ കൂട്ടായ്മയിൽ ബലിപെരുന്നാളിനും റംസാനും കിറ്റ് വിതരണം നടത്തി വരുന്നുണ്ട്. ഓട്ടോ തൊഴിലാളി കുടുംബങ്ങൾക്കും ഇക്കുറി കിറ്റുകൾ വിതരണം ചെയ്തു. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP മഹമ്മൂദാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കായിക്കാരൻ സയ്യിദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. MP മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. P ഷുക്കൂർ, SKP സക്കറിയ, PM ഹനീഫ്, VPP ഹമീദ്, K ഷാഹുൽ ഹമീദ്, ഷുഹൈബ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ഗ്രന്ഥശാല സംഘം 70ാം വാർഷികത്തോടനുബന്ധിച്ച് എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് മെമ്പർ GD നായർ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സംഘം 70ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തെ അധികരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം GD നായർ പ്രഭാഷണം നടത്തി. പരിപാടിയുടെ ഭാഗമായി അക്ഷരദീപം തെളിയിക്കൽ, അംഗത്വ വിതരണം, പുസ്തക ശേഖരണം തുടങ്ങിയ പരിപാടികൾ ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിച്ചു. ഗ്ರಂಥಾಲയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ അധ്യക്ഷത വഹിച്ചു. CK കുഞ്ഞിരാമൻ, എരമംകുറ്റൂർ പഞ്ചായത്ത് മെമ്പർ ME പത്മാക്ഷി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. CK ശശി സ്വാഗതം ആശംസിച്ചു. EI രവീന്ദ്രൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. പുസ്തക ശേഖരണത്തിന്റെ ഭാഗമായി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക താലപ്പൊലിയും സംഘടിപ്പിച്ചു. കരിവള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. P മാധവൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. കരിവള്ളൂർ ദിനേശ് BD കമ്പനിയിൽ വെച്ചാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലാണ് ചർച്ച ചെയ്തത്. ഓരോരുത്തരുടെയും സാംസ്കാരിക നിലയ്ക്കനുസരിച്ച് പുസ്തകം ഓരോ തരത്തിൽ വായിച്ചെടുക്കാമെന്ന് വിഷയാവതരണം നടത്തിക്കൊണ്ട് P മാധവൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. തന്റെ അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് പുസ്തകത്തെ കാണുക. അപ്പം ഞാനൊരു അധ്യാപകൻ എൻ്റെ ചുറ്റുപാടും എന്നെ ആ പുസ്തകത്തിലെത്തെ ഏതെല്ലാം കഥാപാത്രങ്ങളിലൂടെ അതിൻ്റെ സവിശേഷ സന്ദർഭങ്ങളിലൂടെയൊക്കെയാണ് കൊണ്ടുപോകും. അതുപോലെ ഓരോരുത്തർക്കും പുസ്തകത്തെ കാണുന്നത് ഓരോ തരത്തിലായിരിക്കും. ചടങ്ങിൽ NK വാസുദേവൻ അധ്യക്ഷനായി. തൊഴിലാളികളായ P സുലോചന, U നളിനി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. M രാഗിണി സ്വാഗതവും NK വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഉദ്ഘാടനം സെപ്റ്റംബർ 23 ബുധനാഴ്ച KK രാകേഷ് MP നിർവഹിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയതായി അനുവദിച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഉദ്ഘാടനം രാജ്യസഭ MP KK രാകേഷ് സെപ്റ്റംബർ 23 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. NSS യൂണിറ്റിന് ആവശ്യമായ മുഴുവൻ നിർമ്മാണോപകരണങ്ങളും പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റൽ സൊസൈറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജയ്കുമാർ സ്കൂളിന് കൈമാറും. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വാസന്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വാർഡ് കൗൺസിലർ മണിയർ ചന്ദ്രൻ, NSS ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ തോമസ് PV, ഹെഡ്മാസ്റ്റർ K രവി എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേരും. സ്കൂൾ പ്രിൻസിപ്പൽ A ഗംഗാധരൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി K വിജയകുമാർ നന്ദിയും പറയും. കാസർഗോഡ് MP P കരുണാകരന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം
ഡിസംബർ മാസത്തോടെ നിർവഹിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 2 ക്ലാസ് മുറികൾ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. അക്കാദമിക് രംഗത്ത് വലിയ നേട്ടം കൈവരിക്കുന്നതിനായി ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് സ്കൂളിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസിപ്പൽ എ ഗംഗാധരൻ, പ്രധാന അധ്യാപകൻ കെ രവി, PTA പ്രസിഡന്റ് കെ ശിവകുമാർ, NSS കോർഡിനേറ്റർ എം പ്രജിഷ, പ്രേമചന്ദ്രൻ, കെ രവീന്ദ്രൻ, പി രമേശൻ, ചിന്നമ്മ ജോർജ്, കെ വിജയകുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാണിയാട്ട് കോറസ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ സംഘാടക സമിതിയായി EP രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് കോറസ് കലാസമിതി ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന 4ാമത് NN പിള്ള സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വിജ്ഞാനദായിനി വായനശാലയിൽ നടന്നു. EP രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വർഗീയ രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ മാറുമ്പോൾ അതിനെതിരെ നാടകത്തെ തന്നെ, പാട്ടിനെ തന്നെ, സംഗീതത്തെ തന്നെ, നൃത്തത്തെ തന്നെ ഉപയോഗിച്ചാൽ സംഘത്തിന്റെ തലമെന്നുള്ള നിലക്ക് ജീവിച്ചന്ദ്രനെ വിളിച്ചിട്ട് ആ അനുഭവം ഇവിടെ പറയിപ്പിക്കുന്നത് നല്ലതായിരുന്നു വിചാരിക്കുന്നു. AK ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായി. K സുരേഷ്, വാസു ചോറോട്, VV നാരായണൻ, C വിജയൻ, K കുമാരൻ, TV ബാലൻ, TV നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കലാസമിതിയുടെ പ്രതിമാസ നാടകം സോപാന സംഗീതം ഒക്ടോബർ 3 ചന്ദര ഗവൺമെന്റ് UP സ്കൂളിൽ നടത്താനും യോഗം തീരുമാനിച്ചു. കരിവള്ളൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനവും നടന്നു. ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് K നാരായണൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇവിടെ ഫുട്ബോൾ അക്കാദമി രൂപം കൊണ്ടതിന് ശേഷം 100ഓളം കുട്ടികളെ പരിശീലിപ്പിച്ച് ഉന്നതിലെത്തിക്കാനുള്ള ഒരു മഹത്തായ ദൗത്യമാണ് കേരള ഫുട്ബോൾ അക്കാദമി നിർവഹിക്കുന്നത്. മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള K രാഘവ പൊതുവാൾ സ്മാരക മാധ്യമ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ അക്കാദമി പ്രവർത്തകൻ AV ഗിരീശൻ മാസ്റ്റർക്കും കേരള അണ്ടർ 14 വനിതാ ടീം അംഗം അനുജ, കോച്ചിംഗ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അശ്വതി, വിഷ്ണുപ്രിയ, സൂര്യ എന്നീ അക്കാദമിയിലെ കുട്ടികൾക്കുമുള്ള അനുമോദനവും 2015-16 വർഷത്തെ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനവുമാണ് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ചടങ്ങിൽ ഫുട്ബോൾ അക്കാദമി വൈസ് പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. അനിൽകുമാർ, C ദാവൂദ്, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാനായിൽ നടക്കുന്ന NSS സംസ്ഥാന വളണ്ടിയർ ലീഡർഷിപ്പ് ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി സംസ്ഥാന വളണ്ടിയർ ലീഡർഷിപ്പ് ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. സെപ്റ്റംബർ 19 മുതൽ കാനായി യമുനാതീരം റിസോർട്ടിലാണ് ക്യാമ്പ് നടന്നുവരുന്നത്. വളണ്ടിയർ ക്യാമ്പിൽ സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വിദ്യാർത്ഥികളിലെ വ്യക്തിത്വ വികസനം, ലീഡർഷിപ്പ് ക്വാളിറ്റി, സാമൂഹിക അവബോധം വളർത്തൽ, സേവന സന്നദ്ധത പരിപോഷിപ്പിക്കൽ, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ ബ്രഹ്മനായകം, KKR വെങ്ങര, സുരേഷ് ബാബു, AV ശ്രീജിത്ത്, S സതീഷ് തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. വെള്ളിക്കുണ്ട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വരുമ്പോഴേ ഞങ്ങൾക്ക് ഒരു ഈ ക്യാമ്പിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് വളരെ ആകാംക്ഷയായിരുന്നു. എന്താണ് ഈ ക്യാമ്പിൽ ഞങ്ങൾക്ക് അനുഭവം പകർന്നു തരുന്നത്, ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഊർജ്ജം ഞങ്ങളിലേക്ക് വരികയാണ് ചെയ്തത്. ആദ്യമൊക്കെ സ്കൂളിൽ നിന്ന് NS കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പിന്നെ സെക്രട്ടറി പൊസിഷനിലേക്കുള്ള അല്ലെങ്കിൽ വോളണ്ടിയർ ലീഡറുടെ പൊസിഷൻ കിട്ടിയപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം ക്ലാസ്സിൽ നഷ്ടപ്പെടുന്നുള്ളൊരു പേടിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്നലെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സാറിൻ്റെ എല്ലാ ക്ലാസ്സും, പിന്നെ നമ്മുടെ സാറെടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ ഹൃദയത്തിൽ തന്നെ കൊള്ളുന്ന തരത്തിലുള്ള വളരെ വികാരഭരിതമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. NSS പ്രൊജക്ട് ഓഫീസർ നിരീഷ് VG, സൂപ്രണ്ട് വിജയൻ K എന്നിവരാണ് ക്യാമ്പ് നിയന്ത്രിക്കുന്നത്. കരിവള്ളൂർ വടക്കുംപാട് തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ മാസ്റ്ററെയും രാഘവ പൊതുവാൾ സ്മാരക സംസ്ഥാന പത്രപ്രവർത്തക അവാർഡ് നേടിയ AV ഗിരീശൻ മാസ്റ്ററെയും അനുമോദിച്ചു. PV നാരായണി അധ്യക്ഷയായി. രാജേഷ് കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. പഴയങ്ങാടി വാടിക്കൽ കടവിലെ കല്ലേൻ ലീല നിര്യാതനായി. 70 വയസ്സായിരുന്നു. ശിവൻ ഏക മകൻ. പരേതയായ ഫിലോമിന സഹോദരിയാണ്. ഇനി മാറ്റൊലി.
പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ SNDP നേതൃത്വത്തിൽ തീരുമാനം. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ബലാബലത്തിൽ ഇത് ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. SNDP എന്ന സംഘടന ഇവിടെ ജാതിക്കെതിരെ വന്ന ഒരു സംഘടനയാണ്. അതായത് ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിയിലുള്ളവരെ ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് SNDP. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന തത്വം ശ്രീനാരായണ ഗുരു ഉത്ബോധിച്ചെങ്കിലും പിന്നീട് നമ്മുടെ സഹോദരൻ അയ്യപ്പനും ഒക്കെ അതിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചതാണ്. അതായത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനി എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത്. അതിനോട് ശ്രീനാരായണ ഗുരു നിങ്ങൾ പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു പൂർണ്ണമായിട്ടും അതിനോട് യോജിച്ചാണ്. ഒരു കാരണവശാലും എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ ഇന്ന് പല ജാതീയമായിട്ട് സംഘടിച്ചുകൊണ്ട് പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് അങ്ങനെ പ്രവർത്തിക്കേണ്ടത് ജാതീയമായിട്ടല്ല, ജാതിയും മതവും അതിനപ്പുറത്ത് സംസ്കാരവും കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശന് സാധിക്കുകയില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തിപരമായ ആവശ്യം മകനെ മന്ത്രിയാക്കുക, അതിനു വേണ്ടിയുള്ള പല ആളുകളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. മാറ്റിയെടുത്തത് ജാതിരഹിതവും മതരഹിതവുമായ ഒരു നാടിനെ വിഭാവനം ചെയ്യുക എന്നതാണ് നവോത്ഥാന പ്രസ്ഥാനയുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ഇന്ന് എല്ലാ ജാതി വിഭാഗങ്ങളും മതവിഭാഗങ്ങളും ഓരോരോ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമായി പോകുമോ എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ മതേതര സങ്കല്പം എന്ന ഒരു സങ്കല്പത്തിലുള്ളൊരു സമൂഹ സൃഷ്ടി കേരളത്തിൽ സാധ്യമാകുക എന്ന ലക്ഷ്യം വളരെ വിദൂരത്താകുമെന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. SNDPയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ആശാനെ പോലെ വളരെ പ്രഗത്ഭരായ കവികൾ ഒക്കെ തന്നെ SNDPയുടെ നേതൃനിരയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിട്ടുള്ള ആശാൻ, നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നിട്ടുള്ള ആശാൻ ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സംഘടനയുടെ രൂപീകരണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെ സംഘടനയിലൂടെ ശക്തരാവുക എന്നുള്ളതാണ്. ഈ ശക്തി എന്നുള്ളത് അവരുടെ ജാതി മതത്തിന് അതീതമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നത് അതൊരു ഇലക്ഷൻ, അതേപോലെ പഞ്ചായത്തിൻ്റെ അതുപോലെയുള്ള ഇലക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് കാണേണ്ടത്. അതിനെ അനുകൂലിക്കേണ്ടതില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് ജാതിയുടെ പേരിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ജാതി സംഘടന രാഷ്ട്രീയ പാർട്ടിയാക്കിയാൽ വിജയിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അത് ജാതീയമായിട്ട് ആരും കാണില്ല ആ പാർട്ടിയാണ്. അതുകൊണ്ട് അത് അത്ര ഗുണകരമല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജാതി സംഘടന എന്ന പേരിൽ അത് വിജയിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളതാണ്. ഇപ്പം നമ്മൾ അനവധി പല പേപ്പറും വായിക്കുന്നതല്ലേ, അതേമാതിരി TV ഇതും കാണുന്നുണ്ട്, ന്യൂസും കേൾക്കുന്നുണ്ട്. അതിലെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. അതാണ് ഇനി അറിയിപ്പുകൾ. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കാങ്കോലിൽ വഴുതിന, തക്കാളി, മുളക് തൈകൾ വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്നു. ഓഫീസ് പ്രവൃത്തി ദിനങ്ങളിൽ തൈ ഒന്നിന് 3 രൂപ നിരക്കിൽ ലഭ്യമാകും. രാമന്തളി പഞ്ചായത്തിൽ 2015-16 വാർഷിക പദ്ധതി പ്രകാരം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 23 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് രാമന്തളി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കും. ദൃശ്യ പയ്യന്നൂർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം സെപ്റ്റംബർ 25 വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലഹരണപ്പെട്ട സഹകരണ നിയമങ്ങൾ മാറ്റിയെഴുതാൻ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് സഹകരണ ഖാദി വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. പയ്യന്നൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചും നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ചും കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. Nobody is going to run away with your land. That you don't worry. There is a land compensation. There is a crop compensation. കരിവള്ളൂർ പുത്തൂരിൽ പ്രാരംഭ നടപടിക്കായി എത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. അടിസ്ഥാന സൗകര്യമില്ലാതെ മാതമംഗലം മീൻചന്ത. വെള്ളവും വെളിച്ചവുമില്ലാതെ മാതമംഗലം മീൻചന്തയിലെ കച്ചവടം തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വലിയ റേഞ്ച് പരിധിയും കാലപ്പഴക്കം ചെന്ന ജീപ്പും. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ദുരിതം പേറുന്നു.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന നാളികേര ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ടി വി രാജേഷ് MLA നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.